അവിടെ നോക്കിയ സ്റ്റേറ്റ്മെന്റ് 1 ആയിട്ട് തന്നേക്കാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ഡ്യുവൽ ആസ്പെക്ട്സ് കോൺസെപ്റ്റ്. കമ്പനി ഹാസ് ഹൈ പ്രോഫിറ്റ് ബട്ട് ലോ ക്യാഷ് ബാലൻസ്. ഒരു കമ്പനിക്ക് എന്തുണ്ട്? ഹൈ പ്രോഫിറ്റ് ആണ്, പക്ഷെ എന്താണ്? ലോ ക്യാഷ് ബാലൻസ് ആണ്. ക്യാഷ് ബാലൻസ് വളരെ കുറവാണ്. ഹായ് ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമുക്കറിയാം നമ്മളുടെ ജൂനിയർ അക്കൗണ്ടന്റിന്റെ എക്സാം ഇനി വന്ന് അടുത്തുകൊണ്ടിരിക്കുക അല്ലെ. ഇനി വളരെ ചുരുങ്ങിയ സമയം അല്ലെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ളത്. കൃത്യമായ ഒരു സ്ട്രാറ്റജിയോ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ആ എക്സാം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനിയും സമയമുണ്ട്, സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം ഉണ്ട്. നമ്മൾ പോകേണ്ട രീതി അല്ലെങ്കിൽ പോകേണ്ട വഴി കൃത്യമാണ് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് പഠിക്കേണ്ട രീതികൾ കൃത്യമാണ് എങ്കിൽ ഇനിയും നമ്മളുടെ മുന്നിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. അതായത് ഒരു ദിവസം പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കുക, അങ്ങനെയുള്ള ഒരു രീതി ആയിരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. ഒരു പർട്ടിക്കുലർ റേഷ്യോ ഇട്ട് പഠിക്കുക. 1:2:7 എന്നൊക്കെ ഉള്ള 1:2:5:7 അങ്ങനെയൊക്കെ ഉള്ള റേഷ്യോ ഇട്ട് പഠിക്കുക. അതായത് ആദ്യം പഠിക്കുന്നത് രണ്ടാമത്തെ ദിവസം വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുക, പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞ് റിവൈസ് ചെയ്യുക, പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞ് റിവൈസ് ചെയ്യുക. അങ്ങനെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഓരോ ദിവസവും പഠിച്ചത് എന്ത് ചെയ്യുക, ആഡ് ഓൺ ചെയ്ത് പഠനത്തിന് വേണ്ടി മാത്രമായിട്ട് ഇനി എന്ത് ചെയ്യുക, മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു 75+ മാർക്ക് നമുക്ക് സ്കോർ ചെയ്തെടുക്കാനായിട്ട് വരണം. ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കണം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ഒരു എക്സാമിന് വളരെ പ്രാധാന്യമുള്ള ഒരു മൊഡ്യൂളാണ് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂൾ അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നൊക്കെ പറയുന്ന മൊഡ്യൂൾ. അപ്പൊ ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് എന്ത് വരും, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ഒരു മൊഡ്യൂളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഇന്ന് ആ ഒരു മൊഡ്യൂളിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പ്രീവിയസ് ഇയറുകളിൽ വന്നിട്ടുള്ള കുറേയധികം ക്വസ്റ്റ്യനുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴത്തെ PSCയുടെ പാറ്റേൺ അനുസരിച്ച് സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ധാരാളം എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്. അതായത് നമ്മളോട് ഈ സ്റ്റേറ്റ്മെന്റുകൾ നോക്കിയിട്ട് ഇതിൽ ഏതെല്ലാമാണ്, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, അക്കൗണ്ടിങ് ഇൻവോൾവ്സ് only recording of transaction. Accounting involves only recording of transaction ആണോ? only recording of transaction എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് അല്ല, ബുക്ക് കീപ്പിംഗ് ആണ്. അക്കൗണ്ടിങ്ങിനകത്ത് ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുകയും അവ അനലൈസ് ചെയ്യുകയും അവ ഇന്റർപ്രറ്റ് ചെയ്യുകയും അവ റിസൾട്ട് കണ്ടെത്തുകയും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മെയിൻ ആയിട്ട് എക്സ്റ്റേണൽ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കാനായിട്ട് പ്രോപ്പറായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് കൃത്യതയോടുകൂടി റെലവെന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ, ആ ഒരു വർഷം ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്തൊക്കെയാണ് ഏതിൽ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. സോ ഇവിടെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന only ഇൻവോൾവ്സ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നോക്കിയാൽ പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ കമ്പയറിംഗ് ദ റവന്യൂ വിത്ത് എക്സ്പെൻസസ്. റവന്യൂവും എക്സ്പെൻസും കൂടി കമ്പയർ ചെയ്ത് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് റൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ സമ്മറൈസിംഗ് സ്റ്റേജ്. സമ്മറൈസിംഗ് സ്റ്റേജിലാണ് നമ്മൾ ഏത് പ്രിപ്പയർ ചെയ്യുന്നത്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ശരിയാ അല്ലെ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് സമ്മറൈസിംഗ് സ്റ്റേജിലാണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് മെയിൻലി ഫോർ എക്സ്റ്റേണൽ യൂസേഴ്സ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എക്സ്റ്റേണൽ യൂസേഴ്സിന് വേണ്ടി ഉള്ളതാണോ? അല്ല, മെയിൻ ആയിട്ട് ഇന്റേണൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉള്ളതാണ്. സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ ആൻസർ ഏതാണ്? ആൻസർ ബി ആണ് അല്ലെ മക്കളെ. മാർക്ക് ചെയ്തായിരുന്നോ? ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? മനസ്സിലാക്കിയല്ലോ. അടുത്ത ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ കോമൺ ആയിട്ട് വരുന്ന മറ്റൊരു രീതിയാണ് അസേർഷൻ റീസൺ. നമ്മൾ റാപ്പിഡ് ഫയർ പോലെയാണ്, നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യനുകൾ പറഞ്ഞങ്ങ് പോവുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യനുകൾ ഈ ഒരു ചെറിയ വീഡിയോയ്ക്ക്, അതായത് ഈ ലിമിറ്റഡ് ടൈമിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യനുകൾ നിങ്ങളിലേക്ക് എത്തിക്കണം. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് കേട്ടിരിക്കുക, മാർക്ക് ചെയ്ത് പോവുക എന്നാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ എഴുതിയെടുത്തോണം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ബി കമ്പയറബിൾ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കണം? മസ്റ്റ് ബി കമ്പയറബിൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ശരിയാണല്ലേ? റീസൺ പറഞ്ഞേക്കാണ്, കമ്പാരബിലിറ്റി enables the users to analyze the performance across the period between the enterprises. ശരിയല്ലേ? 2 എന്റർപ്രൈസുകൾ തമ്മിലും 2 ഡിഫറെന്റ് ആയിട്ടുള്ള പീരീഡുകൾ തമ്മിലുമുള്ള ട്രാൻസാക്ഷനുകളെയൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റണം എന്നതിനെയാണ് കമ്പാരബിലിറ്റി എന്നുള്ള അക്കൗണ്ടിങ് ഫീച്ചർ അല്ലെ അക്കൗണ്ടിങ്ങിന് ഒരു ഗുണപരമായ സവിശേഷത, ഒരു ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 ശരിയാണല്ലേ? അസേർഷനും റീസണും ശരിയാണ്. റീസൺ എന്ത് ചെയ്യുന്നുണ്ട്? അസേർഷനെ സാധൂകരിക്കുന്നുണ്ട്. ഓപ്ഷൻ എ അല്ലേ?
എ ആണ് അല്ലെ. കമ്പയറബിലിറ്റി അലൗസ് ദ യൂസേഴ്സ് ടു കമ്പയർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിഫറെന്റ് പീരീഡ്സ് ഓർ കമ്പനീസ്. ഹെൻസ് ദ ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തത് എന്താണ്? വീണ്ടും ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ആയിട്ട് പറഞ്ഞേക്കാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ചാർജ്ഡ് ഫുള്ളി ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ ദ ഇയർ ഓഫ് പർച്ചേസസ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്നാ മക്കളെ? അതായത് നമുക്ക് എന്താണ്, ഒരു ലോങ് ടൈമിലേക്ക് ബെനിഫിറ്റ് നൽകുന്ന എക്സ്പെൻഡിച്ചറുകളാണ്. അതായത് ഒരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്താണ്, ഒരു ഓൾറെഡി ഉള്ള ഒരു അസറ്റിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ ആണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഈസ് ചാർജ്ഡ് ഫുള്ളി ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ഇൻ ദ ഇയർ ഓഫ് പർച്ചേസ്. ആണോ ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കുക. റീസൺ പറഞ്ഞേക്കാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗീവ് ദ ബെനിഫിറ്റ്സ് ഫോർ മോർ ദാൻ വൺ അക്കൗണ്ടിങ് പീരീഡ്. റീസൺ ശരിയാ അല്ലെ? അസേർഷൻ ശരിയാണോ മക്കളെ? അസേർഷൻ ശരിയാണോ? അസേർഷൻ ഫോൾസ് ആണ്. റീസൺ ശരിയാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് നോട്ട് ഫുള്ളി ചാർജ്ഡ് ഓൺ 1 year because it is എന്താണ്, capitalized and depreciated, but it's give the long term benefits ആണ് വരുന്നത്. റീസൺ ട്രൂ ആണ്. അസേർഷൻ എന്താണ്? ഫോൾസ് ആണ്. അടുത്ത ഒരു കേസ് സ്റ്റഡി ആണ് തന്നേക്കുന്നത്. ഒരു കേസ് തന്നേക്കാണ്. നോക്കിയേ. മിസ്റ്റർ അരുൺ സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് റുപ്പീസ്. അരുൺ സ്റ്റാർട്ട് ചെയ്യാണ് ഒരു ബിസിനസിനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എത്ര രൂപയ്ക്കാണ്? 5 ലക്ഷം രൂപ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹി പർച്ചേസ്ഡ് എ മെഷീനറി പർച്ചേസ് ചെയ്തു. മെഷീനറിക്ക് എത്ര രൂപ ആയി? 2 ലക്ഷം രൂപയായി. ആൻഡ് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. എത്ര രൂപയായി? 1 ലക്ഷം രൂപയായി. ആൻഡ് എന്താണ് പറഞ്ഞേക്കുന്നത്? ആൻഡ് സാലറി പേ ചെയ്തു. എത്ര രൂപ ആയി? 20,000 രൂപയായി. അദ്ദേഹം വിഡ്രോ ചെയ്തു. എത്ര രൂപ വിഡ്രോ ചെയ്തു? 10,000 രൂപ വിഡ്രോ ചെയ്തു. ആൻഡ് ഫോർ ദ പേഴ്സണൽ യൂസ്, അതായത് ഡ്രോയിങ്സ്, പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യുമ്പോൾ എന്താ, ഡ്രോയിങ്സ് വന്നു പേഴ്സണൽ യൂസിന്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ്? അതിനകത്ത് പറഞ്ഞേക്കുന്ന ഏതാണ് കറക്റ്റ് എന്നാണ്. മെഷീനറി ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. മെഷീനറി എന്ന് പറയുന്ന റവന്യൂ എക്സ്പെൻഡിച്ചർ. മെഷീനറി പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞു. മെഷീനറിയുടെ ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു ലോങ് പീരീഡിലേക്കാണ്. സോ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സാലറി ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സാലറി എന്ന് പറയുന്നത് നമ്മൾ ഡേ ടു ഡേ ആയിട്ട്, അതായത് ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി ഒക്കെ നമ്മൾ, അല്ലെങ്കിൽ എന്താണ്, വീക്ക്ലി ഒക്കെ കൊടുക്കുന്നതാണ്. സോ അത് റവന്യൂ നേച്ചറിലുള്ളതാണ്, അത് ക്യാപിറ്റൽ നേച്ചറിലുള്ളതല്ല. സോ അതും തെറ്റാണ്. വിഡ്രോവൽ ഓഫ് ₹10,000 ഈസ് ഡ്രോയിങ്സ്. വിഡ്രോവൽ ഓഫ് 10,000 വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞു. പേഴ്സണൽ യൂസിന് ആയതുകൊണ്ട് തന്നെ അതെന്താണ്, ഡ്രോയിങ്സ് ആണ്. ശരിയാണ്. ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ഫിക്സഡ് അസറ്റ്. ഗുഡ്സ് എന്ന് പറയുന്നത് ഏത് നേച്ചറിലുള്ളതാണ്? കറന്റ് നേച്ചറിലുള്ളതാണ്. സോ അത് ഫിക്സഡ് അസറ്റ് അല്ല. സോ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ മക്കളെ? മെഷീനറി എന്ന് പറയുന്നത്, മെഷീനറി പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സാലറി പേ ചെയ്തു എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. വിഡ്രോ എമൗണ്ട് ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്രോയിങ്സ് ആണ്. ശരിയാണ്. ഗുഡ്സ് എന്ന് പറയുന്നത് കറന്റ് അസറ്റ് ആണ്. ഓർത്ത് വെച്ചോണേ മക്കളെ. നമ്മളുടെ CCയിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കും, ഇത്ര ഡേറ്റ്സ് ഉണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിപ്പുണ്ടായിരിക്കും. പക്ഷെ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനും കൃത്യമായിട്ടുള്ള ഗൈഡൻസും ഒക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ല വിദഗ്ധരായുള്ള അധ്യാപകർ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഇനിയുള്ള ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കവറപ്പ് ചെയ്ത് മാക്സിമം MCQs ചെയ്ത് ആ ഒരു എക്സാമിന്റെ പേടിയൊക്കെ മാറി കൃത്യമായിട്ട് എഴുതി എന്നാണ് നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതിനായിട്ട് CC പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് കോൺടാക്ട് നമ്പർ. ഒട്ടനെ തന്നെ വിളിച്ച് നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. വളരെ ഫീസൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് എന്താണ്, സീറ്റും വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വിളിച്ച് എന്ത് ചെയ്യുക, ബുക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഒട്ടനെ തന്നെ വിളിച്ചോളുക. നമ്മൾ കൃത്യമായിട്ടാണ് പോകുന്നത്. വളരെ കൺസിസ്റ്റന്റ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മാക്സിമം MCQsകൾ ഡിസ്കസ് ചെയ്ത് മാക്സിമം ഏരിയകൾ കവർ ചെയ്താണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ ഇനി സമയം കളയരുത്. ഓടിപ്പോയി എന്ത് ചെയ്യുക, ഈ നമ്പർ എടുത്ത് വിളിച്ച് നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒരു പർട്ടിക്കുലർ ഏരിയയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ഏരിയ ഫോക്കസ് ചെയ്താണ് CCയിൽ പഠിപ്പിക്കുന്ന. PDF മെറ്റീരിയൽസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്, MCQs ഡിസ്കഷൻസ് ഉണ്ട്, മെന്റർഷിപ്പ് ഉണ്ട്. എല്ലാം ഉള്ള ബാച്ചാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബാച്ചിലേക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നല്ല റാങ്കിലേക്ക് എത്തുക. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കാണാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് are the qualitative characteristics of accounting information. അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ഗുണപരമായിട്ടുള്ള സവിശേഷതകൾ ഇതിൽ ഏതെല്ലാമാണെന്നുള്ളതാണ്. റിലയബിലിറ്റി, റെലവൻസ്, കമ്പയറബിലിറ്റി അല്ലെ,
ഇതൊരു മൂന്നെണ്ണവും എന്താണ് സവിശേഷതയാണ്. എന്താണ് കൺസർവേറ്റിസം എന്ന് പറയുന്നത് ഗുണപരമായ സവിശേഷതയാണോ? അല്ല, അതൊരു കൺവെൻഷനാണ്, അക്കൗണ്ടിങ് കൺവെൻഷൻ ആണ് എന്ന് പറയുന്നത് കൺസർവേറ്റിസം. സോ ഈ മൂന്നെണ്ണമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഓർത്ത് വെച്ചോണം, നമ്മളുടെ ഗുണപരമായ സവിശേഷത, അക്കൗണ്ടിങ് ഇൻഫർമേഷനുകളുടെ ഗുണപരമായ സവിശേഷതയ്ക്കകത്ത് വരുന്നതാണ് റിലയബിലിറ്റി, റെലവൻസ്, കമ്പാരബിലിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. ഓർത്ത് വെച്ചോണം, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഏതൊക്കെയാണ്? റിലയബിലിറ്റി, റെലവൻസ്, കമ്പാരബിലിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി. ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ കമ്പനി ഹാസ് ഹൈ പ്രോഫിറ്റ് ബട്ട് ലോ ക്യാഷ് ബാലൻസ്. ഒരു കമ്പനിക്ക് എന്തുണ്ട്? ഹൈ പ്രോഫിറ്റ് ആണ്, പക്ഷെ എന്താണ്? ലോ ക്യാഷ് ബാലൻസ് ആണ്. ക്യാഷ് ബാലൻസ് വളരെ കുറവാണ്. വിച്ച് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ദാറ്റ്? ഏത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എന്താണ്? ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണോ, അക്രൂവൽ കോൺസെപ്റ്റ് ആണോ, മാച്ചിങ് കോൺസെപ്റ്റ് ആണോ, എന്താണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണോ? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ല, ബിസിനസിനെയും ബിസിനസ്മാനെയും രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത്, സെപ്പറേറ്റ് വ്യക്തികളായിട്ട് കൺസിഡർ ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ അതല്ല, മാച്ചിങ് കോൺസെപ്റ്റ് അല്ല. മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓരോ വർഷവും ഉണ്ടായേക്കുന്ന എക്സ്പെൻസ് അതിന്റെ റവന്യൂമായിട്ട് മാച്ച് ചെയ്ത് വേണം ചെയ്യാനെന്ന് പറയുന്നതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. അതുമല്ല, അക്രൂവൽ കോൺസെപ്റ്റ് ഉണ്ട്, ക്യാഷ് ബേസിസ് കോൺസെപ്റ്റ് ഉണ്ട്. ക്യാഷ് ബേസിസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് റിസീവ്ഡ് ഓർ പെയ്ഡ്, അല്ലെ? ക്യാഷ് റിസീവ്ഡ് ഓർ പെയ്ഡ്, ക്യാഷ് റിസീവ്ഡ് ഓർ പെയ്ഡ്, ഇതിനെ ബേസ് ചെയ്ത് മാത്രമല്ല, ക്യാഷ് റിസീവ് ചെയ്യുമ്പോഴോ ക്യാഷ് പേ ചെയ്യുമ്പോഴോ ആ ടൈമിൽ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. അവിടെ ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുമ്പോഴും ക്യാഷ് വരുമ്പോഴും മാത്രം റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്നതാണ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ക്യാഷ് കൊടുത്തോ അല്ലെ ക്യാഷ് വന്നോ എന്നുള്ളതല്ല, ആ ട്രാൻസാക്ഷൻ ഒക്വയർ ചെയ്തിട്ടുണ്ടോ, ആ ട്രാൻസാക്ഷന്റെ ടൈം ആയിട്ടുണ്ടോ, അല്ലെ ആ ട്രാൻസാക്ഷൻ നടന്നോ എന്നുള്ളത് നോക്കിയാൽ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ്. ക്യാഷ് കിട്ടിയോ പോയോ എന്നുള്ളതല്ല, ആ ട്രാൻസാക്ഷനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്നതാണ് അക്രൂവൽ കോൺസെപ്റ്റ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്ത് വരും? ഹൈ പ്രോഫിറ്റ് വരും, പക്ഷെ ക്യാഷ് ബാലൻസ് ലോ ആയിരിക്കുകയല്ലേ. അപ്പൊ ഇത് ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അല്ലെ? അണ്ടർ അക്രൂവൽ കോൺസെപ്റ്റ് അനുസരിച്ച് ഇൻകം ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ ഏൺഡ്. ഇൻകം ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ ഏൺഡ്, നോട്ട് വെൻ ക്യാഷ് ഈസ് റിസീവ്. ക്യാഷ് റിസീവ് ചെയ്തോ എന്നുള്ള കാര്യം നോക്കണ്ട, ഇൻകം അവിടെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ അല്ല ഏൺ ചെയ്തിട്ടുണ്ടോ അവിടെ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ആൻഡ് ഹെൻസ് ദ പ്രോഫിറ്റ്, അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും. ക്യാഷ് ബാലൻസ് എങ്ങനെയായിരിക്കും? ലോ ആയിരിക്കും. ഇവിടെ അടുത്തത് നോക്കുക, അടുത്തത് സ്റ്റേറ്റ്മെന്റ് തന്നേക്കാണ്. നോക്കുക, 4 സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത്. 4 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. ഓർത്ത് നോക്കുക, ഡെപ്റ്റേഴ്സ് ആർ കറന്റ് അസെറ്റ്. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കറന്റ് അസെറ്റ് ആണ്. സോ ശരിയാണ്. ക്രെഡിറ്റേഴ്സ് ആർ ലയബിലിറ്റി. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ലയബിലിറ്റി ആണ്. സോ അത് ശരിയാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഈസ് എ അസെറ്റ്. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറയുന്നത് അസെറ്റ് ആണോ? ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഈസ് എ ലയബിലിറ്റി. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്താണ്? ലയബിലിറ്റി ആണ്. സോ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് അപ്പിയർ ഇൻ ബാലൻസ് ഷീറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൽ വരികയല്ലേ? ബാലൻസ് ഷീറ്റിൽ ഏത് സൈഡ് വരും? അസറ്റ് സൈഡ് വരും. സോ 1, 2, 4 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ GAAP ഈസ് മെയിൻലി എയിംസ് അറ്റ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. എന്തിനാണ് നോക്കുന്നത്? എൻഷുറിംഗ് ദ യൂണിഫോമിറ്റി ആൻഡ് കമ്പാരബിലിറ്റി ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അല്ലെ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ യൂണിഫോമിറ്റിയും കമ്പാരബിലിറ്റിയും കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഒന്നാണ് എന്ന് പറയുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. സോ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത നോക്കിയാൽ കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്തിട്ട് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. അണ്ടർ ദ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഓണർ ആൻഡ് ബിസിനസ് ആർ ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ്. ഇറ്റ്സ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്, അല്ലെ? അതായത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസിനെയും ബിസിനസ്മാനെയും രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അണ്ടർ മണി മെഷർമെന്റ് കോൺസെപ്റ്റ് അനുസരിച്ച് എംപ്ലോയി സ്കിൽസ് ഈസ് റെക്കോർഡഡ് ഇൻ ദി ബുക്സ്. മണി മെഷർമെന്റ് കോൺസെപ്റ്റ് അനുസരിച്ച് എംപ്ലോയറുടെ സ്കില്ലും നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്നതാണ്. എംപ്ലോയറുടെ സ്കില്ല്, നോളജ്, എബിലിറ്റി, ബ്യൂട്ടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളത്, അതൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. മണി മെഷർമെന്റ് കോൺസെപ്റ്റ് അനുസരിച്ച് പണത്തിൽ പ്രതിപാദിക്കാവുന്ന, മോണിറ്ററി ആയിട്ട് മെഷർ ചെയ്യാവുന്ന ട്രാൻസാക്ഷനുകൾ മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാവുള്ളൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ളതാണ്.
തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക, അണ്ടർ കോസ്റ്റ് കോൺസെപ്റ്റ് അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് മാർക്കറ്റ് വാല്യൂ ആണോ? അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് മാർക്കറ്റ് വാല്യൂ. കോസ്റ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് അസറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നത് ഏത് വാല്യൂലാണ്? അതിന്റെ ഒറിജിനൽ കോസ്റ്റിലാണ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ്, പർച്ചേസ് പ്രൈസിലാണ് റെക്കോർഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഒരു ഉദാഹരണത്തിന് ഒരാൾ എന്ത് ചെയ്തു? 10,000 രൂപയുടെ ഒരു അസറ്റ് വാങ്ങിച്ചു, ഒരു മെഷീനറി വാങ്ങിച്ചു. മെഷീനറിയുടെ വില 10,000 രൂപയാണ്. അയാൾക്ക് ഒരു 3,000 രൂപ ഇൻസ്റ്റലേഷൻ ചാർജായി. മൊത്തം ആ ഒരു അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 13,000 രൂപയാണ്. അയാൾ വീട്ടിൽ കൊണ്ടുവന്ന് അത് ഇൻസ്റ്റാൾ ചെയ്ത്, അല്ലെങ്കിൽ അയാൾ ബിസിനസ്സിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നിടം വരെ അയാൾക്ക് ഏകദേശം എത്രയാണ്? 13,000, 13,000 രൂപയാണ് ആ ഒരു അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ആ അസറ്റിന്റെ വാല്യൂ എത്രയാണ്? 13,000 അല്ലെ 1,30,000 രൂപയാണ് ആ അസറ്റിന്റെ വാല്യൂ. 1,00,000 രൂപ എന്തായി? അസറ്റ് ആ മെഷീനറിയുടെ വില 1,00,000 രൂപ, 30,000 രൂപ അയാൾക്ക് ഇൻസ്റ്റലേഷൻ ചാർജുമായി. മൊത്തത്തിൽ എത്രയാണ്? 1,30,000 രൂപ ആയി എന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ? 1,30,000 രൂപയായി. അയാൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പം അതിന്റെ മാർക്കറ്റ് വാല്യൂ 1,60,000 ആയി എന്ന് വിചാരിക്കുക. 1,60,000 ആണ് എന്ന് പറയുന്ന മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മാർക്കറ്റ് വാല്യൂ എഴുതാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹത്തിന് ചെലവായ ഒറിജിനൽ കോസ്റ്റ് എത്രയാണ്? 1,30,000. അത് മാത്രമേ റെക്കോർഡ് ചെയ്യാനായിട്ട് വരത്തുള്ളൂ. അപ്പൊ ഓർത്ത് വെക്കുക, മണി മെഷർമെന്റ് കോൺസെപ്റ്റ് അനുസരിച്ച് എങ്ങനെയാണ് നമുക്ക് കോസ്റ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്? അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് മാർക്കറ്റ് വാല്യൂ അല്ല, കോസ്റ്റ് പ്രൈസ് അല്ലെ, കോസ്റ്റ് പ്രൈസ് ആണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒറിജിനൽ പ്രൈസ് ആണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പർച്ചേസ് പ്രൈസ് ആണ്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഒരേ മീനിങ് ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അടുത്തത് നോക്കിയേ, ദ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ബിസിനസ് ഈസ് അസ്യൂംഡ് ടു കണ്ടിന്യൂസ് ഇൻഡെഫിനിറ്റ്ലി. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസ്സിന് എന്തുണ്ട്? ഒരു ലോങ് ലൈഫ് ഉണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് അല്ലെ. ബിസിനസ് ഒന്നും ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കുന്നതല്ല, ബിസിനസ്സിന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലോങ് ലൈഫ് ഉണ്ടെന്ന് പറയുന്നതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. സോ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നേക്കുന്നത്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഈസ് ക്രിയേറ്റഡ് ഈവൻ ഇഫ് ദ ലോസസ് ഹാസ് നോട്ട് ആക്ച്വലി ഒക്വേർഡ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്? ലോസ് ഹാസ് നോട്ട് ആക്ച്വലി ഒക്വേർഡ്. ആ ലോസ് ആക്ച്വലി സംഭവിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ സംഭവിച്ചിട്ടില്ല അപ്പോഴാണ് നമ്മൾ പ്രൊവിഷൻ മാറ്റി വെക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. റീസൺ പറഞ്ഞേക്കുന്നത് എന്തുകൊണ്ടാണ്? ശരിയാണ് അല്ലെ? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആക്ച്വലി ആ ലോസ് സംഭവിക്കുന്നതിന് മുന്നേ തന്നെയാണ് നമ്മൾ അത് മാറ്റി വെക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, റീസൺ ആയിട്ട് പറഞ്ഞ കൺസർവേറ്റിസം കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആന്റിസിപ്പേറ്റഡ് ലോസസ് നമ്മൾ കൺസിഡർ ചെയ്യും, ആന്റിസിപ്പേറ്റഡ് ഗെയിൻ നമ്മൾ ഇഗ്നോർ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്നത്. സോ അസേർഷനും റീസണും കറക്റ്റ് അല്ലേ? അസേർഷനും റീസണും കറക്റ്റ് ആണ്. റീസൺ അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കൺസർവേറ്റിസം അഥവാ പ്രൊവിഡൻസ് കോൺസെപ്റ്റ് അനുസരിച്ച് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ലോസുകളെയും റിസ്കുകളെയും നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഗെയിനും പ്രോഫിറ്റും ഒക്കെ ഉണ്ടായതിനു ശേഷം മാത്രം റെക്കഗ്നൈസ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ഒക്കെ നേരത്തെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അടുത്തതും ഒരു അസേർഷൻ റീസൺ തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അസേർഷൻ റീസൺ ആണ്. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അക്രൂവൽ ബേസിസ് അനുസരിച്ചാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആർ റെക്കോർഡഡ് അല്ലെ. എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് അല്ലെ. നമ്മളവിടെ പൈസ ക്യാഷ് റിസീവോ ക്യാഷ് പെയ്ഡോ ഒന്നുമല്ല, എന്നാലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എന്തിനെ ബേസ് ചെയ്താണ്? അക്രൂവൽ കോൺസെപ്റ്റിനെ ബേസ് ചെയ്താണ്. സോ ഇറ്റ്സ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് റീസൺ നോക്കിയേ, അണ്ടർ ക്യാഷ് ബേസിസിൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഓൺലി ദ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. ക്യാഷ് റിസീവ്ഡും പെയ്ഡും ആണെങ്കിൽ മാത്രമേ ക്യാഷ് ബേസിസ് നമ്മൾ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്, പക്ഷെ അസേർഷനെ ബാധിക്കുന്ന രീതിയിലാണോ റീസൺ തന്നേക്കുന്നത്? റീസൺ വേറെ രീതി. ആദ്യത്തിനകത്ത് പറഞ്ഞേക്കുന്ന അക്രൂവൽ ബേസിസിനാണ്, രണ്ടാമത് പറഞ്ഞേക്കുന്ന ക്യാഷ് ബേസിസ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷെ ആറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ബട്ട് ആർ ഡസ് നോട്ട് ഡയറക്ട്ലി എക്സ്പ്ലെയിൻ അസേർഷൻ. ഓക്കെ ആണല്ലോ? അടുത്ത ഒരു കേസ് സ്റ്റഡി ആണ്. ഒരു അരുൺ ട്രേഡേഴ്സ് കൊച്ചിൻ എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു കേസ് സ്റ്റഡി തന്നേക്കാണ്. അരുൺ ട്രേഡേഴ്സ് സോൾഡ് ഗുഡ്സ് വർത്ത്. അരുൺ ട്രേഡേഴ്സ് സാധനം വിറ്റു. എത്ര രൂപയുടെയാണ്? 1 lakh rupees ആണ് വിറ്റത്. 28 മാർച്ചിലാണ് വിറ്റത്. 2024 28 മാർച്ചിൽ അദ്ദേഹം വിറ്റു. പേയ്മെന്റ് വാസ് റിസീവ്ഡ്. പേയ്മെന്റ് റിസീവ് ചെയ്തത്
10th ഏപ്രിൽ 2024 പേയ്മെന്റും റിസീവ് ചെയ്തു. അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്തത് എന്നാണ് 31st മാർച്ച് 2024 31st മാർച്ച് 2025 ആയിരിക്കും കേട്ടോ. പ്രിന്റ് മിസ്റ്റേക്ക് ആണ്. 2025 എന്ത് എൻഡ് ചെയ്തേക്കുന്നത്. ഓക്കെ ആണല്ലോ. 24 അദ്ദേഹം വിറ്റേക്കുന്നത്, 25 എന്ത് ചെയ്തേക്കുന്നത്. അക്കോർഡിംഗ് ടു അക്രൂവൽ ബേസിസ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കും, വിറ്റത് എപ്പോഴാണോ അന്നേരം തന്നെ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. പൈസ കിട്ടിയത് താമസിച്ചാണ്, എന്നാലും വിറ്റ സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്യണ്ടേ. സോ വിറ്റത് എന്നാണ് 28th മാർച്ച്. സോ മാർച്ചിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. 2024 മാർച്ച് തന്നെ. എന്തുകൊണ്ടാണ്? അക്രൂവൽ ബേസ് ആണ്. ക്യാഷ് കിട്ടിയത് അതൊക്കെ കഴിഞ്ഞാണ്, എന്നാൽ പോലും വിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഏൺ ചെയ്തു എന്നുള്ള രീതിയിൽ റെക്കോർഡ് ചെയ്യണം. ബിക്കോസ് അവർ ഫോളോ ചെയ്യുന്ന ഏതാണ്, അക്രൂവൽ ബേസിസ് ആണ്. ക്യാഷ് ബേസിസ് ആണെ വരുമോ? ഇല്ല. ക്യാഷ് ബേസിസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നതിനെ, ക്യാഷ് കിട്ടിയ സമയമായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ റിലേറ്റഡ് ടു മാച്ചിങ് കോൺസെപ്റ്റ്? മാച്ചിങ് കോൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ റിലേറ്റഡ് ടു മാച്ചിങ് കോൺസെപ്റ്റ് ആണ് പറഞ്ഞേക്കുന്നത്. എക്സ്പെൻസസ് മസ്റ്റ് ബി മാച്ച്ഡ് ദ റവന്യൂ ഫോർ സെയിം പീരീഡ്. ശരിയാണ് അല്ലെ. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻസസ്. ശരിയാ അല്ലെ. only the cash expenses are considered. Only cash expenses are considered ആണോ? And outstanding expenses must be included. Outstanding expenses must be included അല്ലെ. ശരിയല്ലേ? സോ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? എ ആണ്. 1, 2, 4 മാച്ചിങ് പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ്സ് ദ എന്താണ്, അക്രൂഡ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, നോട്ട് ഓൺലി ക്യാഷ് എക്സ്പെൻസ്. ക്യാഷ് എക്സ്പെൻസ് മാത്രമല്ല, എന്താണ്, അക്രൂഡ് ആയിട്ടുള്ളതും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളതും ഒക്കെ എക്സ്പെൻസുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മെഷീൻ പർച്ചേസ് ചെയ്തേക്കുവാണ്. പർച്ചേസ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 5 lakh ആണ്. ആൻഡ് ഹാസ് ദ മാർക്കറ്റ് വാല്യൂ. അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 6,50,000 ആണ് ആ ഇയറിൽ. അക്കോർഡിംഗ് ടു കോസ്റ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് ഏത് എമൗണ്ട് ആയിരിക്കും? കോസ്റ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് പർച്ചേസിംഗ് എമൗണ്ട് ആയിരിക്കും എഴുതുന്നത് അല്ലെ. ഇൻസ്റ്റലേഷൻ ചാർജ് ഉണ്ട്, അതുകൂടി ആഡ് ചെയ്തിട്ടുള്ള പർച്ചേസിംഗ് എമൗണ്ട് ആയിരിക്കും. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇങ്ങനെയൊക്കെയാണ് വരുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. അതായത് കോൺസെപ്റ്റുകൾ ഡയറക്റ്റ് ആയിരിക്കില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു കേസ് തന്ന്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്ന് അതിനെ ബേസ് ചെയ്തായിരിക്കും എന്താണ് നമ്മളുടെ പ്രിൻസിപ്പിൾസ് ഒക്കെ ചോദിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി എടുത്ത് ചെയ്യാനായിട്ട് പറ്റണം. അവിടെ നോക്കിയ സ്റ്റേറ്റ്മെന്റ് 1 ആയിട്ട് തന്നേക്കാണ്. ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ഡ്യുവൽ ആസ്പെക്ട്സ് കോൺസെപ്റ്റ്. ഡബിൾ എൻട്രി സിസ്റ്റം അല്ലെ. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഡ്യുവൽ ആസ്പെക്ട്സ് കോൺസെപ്റ്റിനെ ബേസ് ചെയ്താണ്. ഡ്യുവൽ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസീവിംഗ് ആസ്പെക്ട്സും ഉണ്ട്, ഗിവിംഗ് ആസ്പെക്ട്സും, ഡെബ്റ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സ്. ശരിയാണ് അല്ലെ. ആൻഡ് സിംഗിൾ എൻട്രി സിസ്റ്റം റെക്കോർഡ് ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് സിസ്റ്റമാറ്റിക്കലി. ആണോ? സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്യുന്നുണ്ടോ സിംഗിൾ എൻട്രി സിസ്റ്റത്തില്? സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റമാറ്റിക് ഒന്നും അല്ല. അത് അവിടെ എന്താണ്? അതൊരു ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ്. സോ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കി. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഇഷ്യൂഡ് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. IASB ആണ്. ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ആണ് ഏത് ഇഷ്യൂ ചെയ്യുന്നത്? IFRS ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് അല്ലെ. ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നോക്കുക. അടുത്തതും മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്. എവരി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് 2 fold എഫക്ട്. 2 fold എഫക്ട് വരുന്നുണ്ട് അല്ലെ. ഡെബിറ്റും ക്രെഡിറ്റും അല്ലെ. റിസീവിങ്ങും ഗിവിങ്ങും. ശരിയാണ്. സോഴ്സ് ഡോക്യുമെന്റ് ഈസ് ഓൾസോ കോൾഡ് വൗച്ചേഴ്സ്. സോഴ്സ് ഡോക്യുമെന്റിന് എന്തെന്ന് പറയാറുണ്ട്? വൗച്ചേഴ്സ് എന്ന് പറയാറുണ്ട്. ലെഡ്ജർ ഈസ് എ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ലെഡ്ജർ എന്ന് പറയുന്ന ഒറിജിനൽ എൻട്രി ആണോ? അല്ല, ജേണൽ ആണ് ഒറിജിനൽ എൻട്രി. ജേണൽ പ്രോപ്പർ റെക്കോർഡ് ഒൺലി ക്യാഷ് ട്രാൻസാക്ഷൻ. ജേണൽ പ്രോപ്പർ എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ആണ്. ഒൺലി ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രം റെക്കോർഡ് ചെയ്യുന്നതാണോ? അത് ക്യാഷ് ബുക്ക് ആണ്. ജേണൽ പ്രോപ്പർ എന്ന് പറയുന്ന ക്യാഷ് ബുക്കിലും പർച്ചേസ് ഡേ ബുക്കിലും സെയിൽസ് ഡേ ബുക്കിലും ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ട്രാൻസാക്ഷനിൽ ഇപ്പൊ എന്താണ് ഓപ്പണിംഗ് എൻട്രി, ക്ലോസിംഗ് എൻട്രി ഒക്കെ പോലുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. സോ ആൻസർ ഏതാണ് വരുന്നത്? 1ഉം 2ഉം അല്ലേ ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ വായിച്ചു നോക്കി മനസ്സിലാക്കി എടുക്കണം. അടുത്ത നോക്കി. അക്കൗണ്ടിങ് ഇക്വേഷൻ ഓൾവേസ് ബാലൻസസ് ആഫ്റ്റർ എവറി ട്രാൻസാക്ഷൻ. അക്കൗണ്ടിങ് ഇക്വേഷൻസ് ഓൾവേസ് ബാലൻസസ് ആഫ്റ്റർ എവറി ട്രാൻസാക്ഷൻ. റീസൺ പറഞ്ഞേക്കാണ്. എവറി ട്രാൻസാക്ഷൻ ഹാസ് ആൻ ഈക്വൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സ്. ശരിയല്ലേ? ഇതൊക്കെ വളരെ സിമ്പിൾ ആണല്ലേ. അക്കൗണ്ടിങ് ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ബിക്കോസ് ഡ്യുവൽ ആസ്പെക്ട്സ് ആണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആ അസേർഷനും റീസണും ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ അല്ലെ, നമ്മളുടെ ഏതാണ് ഫസ്റ്റ് മൊഡ്യൂൾ അല്ലെ, നമ്മുടെ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഒരു ഏരിയയും അതിൽ നിന്ന് വന്നിട്ടുള്ള അത് ആ ഒരു അക്കൗണ്ടിങ് ഏരിയയിലെ മാക്സിമം MCQs ആണ് നമ്മൾ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഡിസ്കസ് ചെയ്ത് കൃത്യമായി പഠിക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട്
ആയിട്ട് പഠിക്കുക, കൂടുതൽ MCQs വർക്കൗട്ട് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ ക്ലാസ് ആയിട്ട് വേണോ, അല്ലെങ്കിൽ ഏതെങ്കിലും MCQs നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണോ, ഏതെങ്കിലും പർട്ടിക്കുലർ മൊഡ്യൂളിലെ MCQs ഡിസ്കസ് ചെയ്യണോ, അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കുന്നതായിരിക്കും. മറ്റു വീഡിയോകളിൽ ആ ചേഞ്ചസുകളെല്ലാം കൊണ്ടുവന്ന് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ. മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.